ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. മഴ തോരും മുൻപേ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ? വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു എപ്പിസോഡായിരുന്നു ഈ കഴിഞ്ഞ എപ്പിസോഡ്. ഓരോ മലയാളി പ്രേക്ഷകരും അതെങ്ങനെയാണ് കണ്ടു തീർത്തതെന്ന് അവരവർക്ക് നന്നായിട്ട് ബോധ്യമുണ്ടാവും. കാരണം അത്രമാത്രം അലീന നമ്മളെ കരയിച്ചിട്ടുണ്ട്, നമ്മളെ ഓരോരുത്തരെയും. ആ ഒരു സീരിയലിൻ്റെ ആദ്യം മുതൽ, അതായത് കഴിഞ്ഞ ഈ എപ്പിസോഡിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ കണ്ടിരിക്കുമ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ നെഞ്ചിങ്ങനെ പിടയ്ക്കുകയായിരിക്കും. കാരണം അലീന കരയുമ്പോൾ നമ്മൾ ഓരോരുത്തരും അറിയാതെ കരഞ്ഞു പോകുന്നുണ്ട്. ഇങ്ങനെ ഒരു യാത്രയയപ്പ് വേണ്ടിയിരുന്നില്ല എന്ന് വരെ തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലീന പോകുന്നതിന് മുൻപ് എല്ലാവരോടും യാത്ര പറയാണ്. അച്ഛനൊക്കെ വിങ്ങി പൊട്ടി നിൽക്കുകയാണ്. പക്ഷെ അലീനയുടെ മുമ്പിൽ അങ്ങനെ അങ്ങോട്ട് കരയാനും പറ്റുന്നില്ല. തൻ്റെ സങ്കടം ഉള്ളിൽ ഒതുക്കിയാണ് ബാലചന്ദ്രൻ ഓരോ നിമിഷവും ആ ഒരു സമയം കഴിച്ചു കൂട്ടിയിരുന്നത്. അങ്ങനെ എല്ലാവരോടും യാത്ര പറയുന്നുണ്ട്. രോഹിത്തിനോട് പറയുന്നു, ബബിയോട് പറയുന്നു, കൃഷ്ണമോളുടെ അടുത്ത് പറയുന്നു. പക്ഷേ എവിടേക്ക് നോക്കിയാലും സമാധാനമില്ലാത്ത, സന്തോഷമില്ലാത്ത മുഖങ്ങളാണ് അലീനയ്ക്ക് കാണാൻ കഴിയുന്നത്. ബബിയാണെങ്കിൽ അലീനയുടെ അടുത്ത് മിണ്ടാൻ പോലും നിൽക്കുന്നില്ല. യാത്രയാണെന്നുണ്ടെങ്കിൽ എന്നോട് പറയേണ്ട ആവശ്യമില്ല, എനിക്കത് കേൾക്കേണ്ടെന്നും പറഞ്ഞിട്ട് ബബി പോയിട്ട് ഡോർ അടയ്ക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ അലീനയ്ക്ക് അത്രയ്ക്കും അകമഴിഞ്ഞ സങ്കടമാണ് ഉണ്ടാവുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കൃഷ്ണമോള് പറയുന്നുണ്ട്, ബബി ചേച്ചി അങ്ങനെ തന്നെയാണ്, അത് കാര്യമാക്കണ്ട, ചേച്ചി സങ്കടപ്പെടേണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, എനിക്ക് ഇവിടുന്ന് ഇഷ്ടമുണ്ടായിട്ടല്ലല്ലോ ഞാൻ പോകുന്നത്, എനിക്കിങ്ങനെ യാത്ര ചോദിക്കുന്നതിനോടും ഇഷ്ടമില്ല. പക്ഷേ ഇങ്ങനെ പറയാതെ പോകുമ്പോൾ ഒരു സമാധാനക്കേടല്ലേ, ഇതൊരു ആശ്വാസമല്ലേ ഇങ്ങനെ ചോദിക്കുമ്പോൾ, അതുകൊണ്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ രോഹിത്തിനോട് പറയുമ്പോൾ കുറച്ച് ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അച്ഛനൊരു ഹാർട്ട് പേഷ്യൻ്റ് ആണ്, ആ കാര്യം നിങ്ങളെല്ലാവരും ഇടയ്ക്ക് മറന്നു പോകുന്നുണ്ട്, അത് ശ്രദ്ധിക്കണം. അതുകൊണ്ട് അച്ഛൻ്റെ കാര്യങ്ങളും അതുപോലെ തന്നെ നിൻ്റെ നമ്മളെ രണ്ട് പെങ്ങന്മാരെ കാര്യങ്ങളൊക്കെ നീ നന്നായിട്ട് നോക്കണം. പിന്നെ നിന്നെ എനിക്ക് വിശ്വാസമാണ്, നീ എനിക്ക് വാക്ക് തന്നതല്ലേ, അതുകൊണ്ട് ഞാൻ കൂടുതലായിട്ടൊന്നും പറയുന്നില്ല എന്ന് പറയുന്നുണ്ട് രോഹിത്തിൻ്റെ അടുത്ത്. അതുപോലെ തന്നെ കൃഷ്ണമോളോട് പറയുന്നുണ്ട്, നിനക്കെല്ലാം അറിയുന്നവളാണ്, അച്ഛന് ദേഷ്യം വരുമ്പോൾ, അമ്മ അച്ഛൻ്റെ അടുത്ത് ചൂടാവുമ്പോൾ നീ വേണം അച്ഛനെ പറഞ്ഞ് സമാധാനിപ്പിക്കാൻ, നീ വേണം അച്ഛൻ്റെ ദേഷ്യം കൺട്രോൾ ചെയ്യാൻ, നിനക്കെല്ലാം അറിയുന്ന ആളാണെന്ന് അച്ഛന് നന്നായിട്ട് അറിയാം എന്നൊക്കെ പറഞ്ഞ് അവളെയും ഓരോ ഉപദേശങ്ങളൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. അങ്ങനെ മുറ്റത്തേക്ക് ഇറങ്ങുകയാണ് പോകാൻ വേണ്ടിയിട്ട്. കാറിലേക്ക് രോഹിത്തും അതുപോലെ തന്നെ കൃഷ്ണമോളൊക്കെ ബാഗൊക്കെ എടുത്ത് കൊണ്ട് വയ്ക്കുന്നുണ്ട്. അച്ഛനാണെങ്കിൽ ഒരുപാട് യാത്ര പോകാനുള്ള സ്ഥലമാണ്, അപ്പോൾ ഇനിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇറങ്ങാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഉമ്മറത്തേക്ക് ഇറങ്ങിയ അലീന ഒന്ന് തിരിഞ്ഞു നോക്കുന്നുണ്ട്, ബബി എങ്ങാനും വരുന്നുണ്ടോ യാത്ര പറയാൻ വേണ്ടിയിട്ടോ അതോ എൻ്റെ യാത്ര കാണാൻ വേണ്ടിയിട്ടോ എന്ന് നോക്കുമ്പോൾ ബബി വരുന്നില്ല. പക്ഷേ ബബിയുടെ അവസ്ഥ റൂമിൻ്റെ ഉള്ളിൽ ഭയങ്കരമായിട്ട് കരച്ചിലും അതുപോലെ തന്നെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ചെയ്യുന്നത്. ബബിക്ക് ആ ഒരു കാഴ്ച കണ്ടുകൊണ്ടിരിക്കാൻ എന്തായാലും പറ്റില്ല. കൃഷ്ണമോൾക്കാണെങ്കിലും രോഹിത്തിനാണെങ്കിലും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റിയിട്ടല്ല, പക്ഷേ ആ ഒരു സാഹചര്യം മുന്നിൽ അവർ അക്സെപ്റ്റ് ചെയ്ത് നിൽക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ ബബിക്കാണെങ്കിൽ അത് നേരിട്ട് കാണാനുള്ളൊരു സഹനശക്തി ഇല്ല. അത് രോഹിത് പറയുന്നുണ്ട്, അവൾക്കിത് കാണാൻ കഴിയില്ല, അവൾ വരലുണ്ടാവില്ല എന്ന് പറയുന്നുണ്ട്. എന്തായാലും കൃഷ്ണമോള് ഒന്നും കൂടി പോയി വിളിക്കാന്ന് പറഞ്ഞിട്ട് പോയി വിളിക്കുന്നുണ്ട്. എന്നിട്ടും വരുന്നില്ല, എനിക്ക് കാണണ്ട, എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞിട്ട് പോരുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് കൃഷ്ണമോൾ പോയതിന് ശേഷം ബബി നന്നായിട്ട് കരയുന്നുണ്ട്. അങ്ങനെ ബാലചന്ദ്രൻ, അവൾ ഇനി വരലുണ്ടാവില്ല, നീ ഇങ്ങോട്ട് കയറിക്കോളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും ബായി ഒക്കെ പറഞ്ഞ് അലീന വണ്ടിയിലേക്ക് കയറുന്നുണ്ട്. അങ്ങനെ അച്ഛൻ സീറ്റ് ബെൽറ്റ് ഒക്കെ ഇടാൻ പറയുന്നുണ്ട്. വീണ്ടും അലീന തിരിഞ്ഞു നോക്കുന്നുണ്ട്. ജനവാതിലിൻ്റെ ഉള്ളിൽ കൂടെ ബബി നോക്കുന്നുണ്ട്, അലീന പോകുന്നത് കാണുന്നുണ്ട്. അത് സഹിക്കാൻ വയ്യാതെ വീണ്ടും അവിടെ തന്നെ ഇരുന്ന് കരയാണ് ചെയ്യുന്നത്. അങ്ങനെ അലീന എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൻ്റെ ഉള്ളിൽ നിന്ന് വീണ്ടും തലയിട്ടൊക്കെ നോക്കി അങ്ങനെ അവരുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അവർ പോയി കഴിഞ്ഞിട്ട് നമ്മളെ രോഹിത്തും കൃഷ്ണമോളും ആ ഉമ്മറത്തൊരു നിൽപ്പുണ്ട്. അത് നമുക്ക് പോലും കണ്ടു നിൽക്കാൻ പറ്റില്ല. കൃഷ്ണമോളെ ആശ്വസിപ്പിച്ചുകൊണ്ട് രോഹിത്ത് ഇങ്ങനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഒരു അമ്മ പോകുന്ന പോലെയാണ് നമ്മളെ കൃഷ്ണമോൾക്ക് അലീന ചേച്ചി പോകുന്നത്. അത്രയേറെ കെയറിങ്ങും സ്നേഹമൊക്കെ ആയിരുന്നു. അങ്ങനെ ബബിയുടെ അടുത്ത് പോയിട്ട് പറയുന്നുണ്ട്, ചേച്ചി, അലീന ചേച്ചി പോയി എന്ന് പറയുന്നുണ്ട്. ചേച്ചി എന്താ കരയാണോ എന്ന് ചോദിക്കുമ്പോൾ, ആര് കരഞ്ഞു, ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല എന്ന്, നീ ഒന്ന് പോയെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. കൃഷ്ണമോളുടെ മേലേക്ക് എന്തോ വലിച്ചെറിയുന്നുണ്ട്. എന്നിട്ട് ബബി സ്വസ്ഥമായി നിന്ന് വീണ്ടും കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബബിക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് അവൾ മുന്നിൽ പോയി നിൽക്കാഞ്ഞത്, ആ യാത്രയപ്പ് കാണാൻ വയ്യാഞ്ഞിട്ട്. അങ്ങനെ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാലചന്ദ്രനും അലീനയും ഓരോന്ന് സംസാരിക്കുന്നുണ്ട്. അലീന കരയുന്നത് കണ്ടിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, മോളെ, നിനക്ക് ഇത്രയും സഹിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ നീ എന്തിനാ ഇവിടം വിട്ടു പോകുന്നത്, നീ തന്നെയല്ലേ പറഞ്ഞത് എനിക്ക് ഇവിടെ ഇനി നിൽക്കാൻ പറ്റില്ല, എനിക്ക് ഇവിടുന്ന് പോകണമെന്ന്, നീ തന്നെ എടുത്ത തീരുമാനമല്ലേ, നീ ഇങ്ങനൊരു തീരുമാനം എടുത്തത് എനിക്കോ വൈജയന്തിക്കോ കുടുംബത്തിനോ വേണ്ടി
വേണ്ടിയിട്ടാണെങ്കിൽ അതൊരു താൽക്കാലിക സന്തോഷം മാത്രമായിരിക്കും വൈജയന്തിക്ക് അവളുടെ കണക്ക് പുസ്തകത്തിലെ. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചൊന്നും ഞങ്ങൾക്കിതൊരു സന്തോഷമുള്ള കാര്യമല്ല. അപ്പം നീ എന്തിനാ ഇങ്ങനെ ഒരു ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ അലീനയുടെ ഒരു കണക്ക് കൂട്ടലിൽ അവള് വരാൻ പോകുന്ന ഒരുപാട് കാര്യങ്ങളെ മുന്നിൽ കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. എനിക്ക് എല്ലാവരുടെയും പോലെ അവിടെ ഒന്നിച്ചിരുന്ന് എല്ലാവരുടെയും സ്നേഹം പങ്കിട്ട് അവിടെ നിൽക്കാൻ എത്ര ഇഷ്ടമുണ്ടെന്ന് അറിയോ? ഞാൻ എൻ്റെ അമ്മയെ തേടി മാത്രമാണ് ഇങ്ങോട്ട് വന്നത്. ഇപ്പം എനിക്ക് എത്ര ആളുകളുണ്ട് ഇവിടെ. അതുകൊണ്ട് തന്നെ എനിക്ക് പോവാൻ തീരെ ഇഷ്ടമില്ല അച്ഛ എന്നൊക്കെ പറഞ്ഞ് കരയുന്നുണ്ട്. പിന്നെ അച്ഛൻ ഓരോരുത്തരുടെ അടുത്ത് എൻ്റെ മകളാണ് എൻ്റെ മകളാണ് എന്ന് പറയുമ്പോൾ എനിക്ക് എത്രമാത്രം സന്തോഷമുണ്ടെന്ന് അച്ഛൻ അറിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ബാലചന്ദ്രൻ ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. ബാലചന്ദ്രൻ വിങ്ങിപ്പൊട്ടി കരയുന്നുണ്ട്. അത് കേട്ടിട്ട് അലീന പോയ സന്തോഷം കമലയ്ക്ക് നന്നായിട്ടുണ്ട്. കമല വന്നിട്ട് മനുവിൻ്റെ അച്ഛൻ്റെ അടുത്ത് പറയുന്നുണ്ട്, അവള് പോയി, അലീന പോയി, ഞാൻ അറിഞ്ഞു, രഞ്ജു എന്നെ വിളിച്ചു പറഞ്ഞു, ഞാനിത് ആഘോഷിക്കും, അവളാണ് എല്ലാത്തിനും കാരണം, എൻ്റെ മനുവിനെ കയ്യും കാലും കാണിച്ച് അവളാണ് ഇങ്ങനെ വശത്താക്കി വെച്ചിരിക്കുന്നത്, പിന്നെ ഹരി ജയിലിലാവാൻ കാരണം ഒക്കെ അവളാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോൾ അവർ ഗംഗേട്ടനും അതുപോലെ തന്നെ മനുവിൻ്റെ അച്ഛനൊക്കെ ദേഷ്യം വരുന്നുണ്ട്. ഹരി ജയിലിൽ പോയത് അവളെ കൊണ്ടൊന്നുമല്ല, അത് അവരുടെ സ്വഭാവദോഷമാണ്. പിന്നെ നെടുമ്പരയ്ക്കലും ഇവിടെ ഇനി യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവില്ല, നിങ്ങൾ നോക്കിക്കോ, ഇനി ഇവിടെ എല്ലാവർക്കും വെച്ചടി കയറ്റായിരിക്കും എന്നൊക്കെ കമല പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ അവർക്ക് ദേഷ്യം വന്നിട്ട് അവർ പറയുന്നുണ്ട്, ഓ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ എല്ലാവർക്കും ബിസിനസ് തുടങ്ങിയാൽ വെച്ചടി കയറ്റായിരിക്കും എന്ന് പറയുമ്പോൾ, ഓ നിങ്ങൾ എന്നെ കളിയാക്കണല്ലേ, ഇതൊക്കെ നിങ്ങൾ കണ്ടറിയാൻ പോകുന്നുള്ളൂ, ഞാനൊന്നും പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ല എന്നൊക്കെ കമല പറയുന്നുണ്ട് കേട്ടോ. എന്തോ വലിയൊരു നിധി കിട്ടിയ പോലെയാണ് അലീന പോയപ്പോൾ കമലയ്ക്ക് ഉണ്ടാവുന്ന സന്തോഷം. ഇനി എന്തായാലും വൈജയന്തി വീട്ടിലേക്ക് തിരിച്ചു പോകില്ലേ എന്നുള്ളൊരു ധാരണയിലാണ് ഇവരിപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ അടുത്ത് സംസാരിച്ചിട്ട് എന്താ അവരുടെ തീരുമാനം എന്ന് നമുക്ക് അറിയണമല്ലോ എന്നൊക്കെ ഗംഗേട്ടനും മനുവിൻ്റെ അച്ഛനും കൂടി പറയുന്നുണ്ട്. എന്തായാലും അവിടെ പോയി കഴിഞ്ഞാൽ വീണ്ടും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ബാലചന്ദ്രൻ്റെ അടുത്ത് നമുക്ക് എന്തായാലും കേൾക്കേണ്ടി വരും എന്ന് പറയുന്നുണ്ട്. ഇവളെ ഉപദേശിച്ചിട്ടൊന്നും യാതൊരുവിധ കാര്യമൊന്നും ഇല്ലാന്ന്. പ്രശ്നക്കാരിയാണെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് അലീനയുടെ കാര്യത്തിൽ. പക്ഷേ എല്ലാവരുടെയും പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടി വന്ന ഒരാളായിരുന്നു അലീന. ഇന്നല്ലെങ്കിൽ നാളെ എല്ലാവരും ആ ഒരു സത്യം, ആ ഒരു ന്യായം മനസ്സിലാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ ഒരു പോക്ക്, അതായത് അലീനയുടെ ഈ ഒരു യാത്ര എങ്ങോട്ടാണെന്ന് അവൾക്ക് പോലും അറിയില്ല. ഏതോ ഒരു വീട്ടിലേക്കാണ് പോകുന്നതെന്ന് മാത്രമേ അറിയുള്ളൂ. എന്തായാലും ഇത്രയും നല്ല ഭദ്രമായിട്ടുള്ള കൈകളിലേക്കാണ് ബാലചന്ദ്രൻ അവളെ ഏൽപ്പിക്കുന്നതെന്നുള്ളത് അവൾക്കറിയില്ല. അതൊക്കെ ഇനി അറിയാൻ പോകുന്നേ ഉള്ളൂ. എന്തായാലും വൈജയന്തിയുടെ സ്വഭാവത്തിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാവില്ലേ? അതോ ഇനി അലീന പോയി കഴിഞ്ഞതിന് ശേഷം ബാലചന്ദ്രനുമായിട്ട് നല്ലൊരു ജീവിതം പങ്കിടുമോ? അതൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. ബൈ.